നമസ്കാരം. ബിസിനസ് വീക്കിന്റെ പുതിയൊരു എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ്സ് എത്രമാത്രം സേഫ് ആണെന്നുള്ളത്. ഇപ്പോഴത്തെ റൂൾ പ്രകാരം DICGC അഥവാ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ 5 ലക്ഷം രൂപ വരെയാണ് ഡെപ്പോസിറ്റ്സ് ബാങ്കുകളിൽ ഇൻഷുർ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബാങ്ക് തകർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ, പരാജയപ്പെടുകയാണെങ്കിൽ 90 ദിവസത്തിനകം ആ നിക്ഷേപകന്, ഡെപ്പോസിറ്റർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റ് എമൗണ്ട് തിരിച്ച് നൽകാൻ DICGC ബാധ്യസ്ഥനാണ്. ഇത് എല്ലാ ബാങ്കുകൾക്കും ആപ്ലിക്കബിൾ ആണ്. അത് കൊമേഴ്സ്യൽ ബാങ്ക്സ്, SBI, ICICI പോലുള്ള വലിയ ബാങ്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആയിക്കോട്ടെ, ഈവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓർ ഏത് തരത്തിലുള്ള വലിയ ഒരു ചെറിയ ബാങ്കുകളാണെങ്കിലും ഈ DICGC റൂൾസ് ഇതിന് ആപ്ലിക്കബിൾ ആണ്. 2021 ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ലിമിറ്റ് 5 ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയത്. അതിന് മുമ്പ് വരെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് 1 lakh ആയിരുന്നു. അപ്പോൾ ഇതാണ് അതിനുള്ള ഒരു ഷോർട്ട് ആൻസർ. അപ് ടു 5 lakhs നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള തുക, ഈവൻ വേഴ്സ്റ്റ് കേസിൽ പോലും ബാങ്ക് പൊളിയുകയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇനി ഇതിൻ്റെ അർത്ഥം ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റ് സുരക്ഷിതമല്ല എന്നല്ല. കാരണം ഇന്ത്യയിൽ ബാങ്ക് ഫെയിലിയേഴ്സ് ഇതുവരെയുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ റയറായിട്ട് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററാണ്. മാത്രമല്ല, ഒരു ബാങ്ക് അതിൻ്റെ ഫൈനാൻഷ്യൽസ് തകർച്ചയിലേക്ക് പോവുകയാണ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ തന്നെ RBI ഗവൺമെൻറ് ഇടപെട്ട് ആ ബാങ്കിനെ ഒന്നുകിൽ റിവൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കൂടുതൽ ഒരു സ്ട്രോങ്ങർ ബാങ്കായിട്ട് ലയിപ്പിക്കുകയോ ചെയ്യും. അങ്ങനെയാണ് സാധാരണ ഇതുവരെ നമ്മൾ കാണാറ്. ഏറ്റവും ലേറ്റസ്റ്റായി നടന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ് യെസ് ബാങ്ക്. 2020 യെസ് ബാങ്ക് പഴയ മാനേജ്മെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടും അതുപോലെ മറ്റ് പല ഇറഗുലാരിറ്റീസ് കൊണ്ടും ഒരു തകർച്ചയുടെ വക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് RBI ഒരു റീകൺസ്ട്രക്ഷൻ സ്കീം കൊണ്ടുവരികയും 4-5 വലിയ ബാങ്കുകൾ, SBI, ICICI പോലുള്ള വലിയ ബാങ്കുകൾ മുന്നോട്ട് വന്ന് യെസ് ബാങ്കിനെ റെസ്ക്യൂ ചെയ്യുകയാണ് ഉണ്ടായത്, ബെയിൽ ഔട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ന് ആ ബാങ്ക് വളരെ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മികച്ച ഒരു അവസ്ഥയിലാണ്. ആ ഒരു ഘട്ടത്തിൽ പോലും ഡെപ്പോസിറ്ററിന് പൈസ നഷ്ടമായിട്ടില്ല. മറ്റൊരു ഉദാഹരണമാണ് PMC ബാങ്ക്. നിങ്ങളിൽ പലരും കേട്ട് കാണും. മഹാരാഷ്ട്രയിലെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക് 2019 വളരെ വലിയൊരു ഫ്രോഡ് ആ ബാങ്കിൽ നടന്നു. എഗെയിൻ പഴയ മാനേജ്മെൻറ്റ് പല കമ്പനികൾക്കും കണക്കിൽപ്പെടാത്ത ലോൺ കൊടുക്കുകയും അതിന് പകരമായി കൈക്കൂലി വാങ്ങുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് PMC ബാങ്ക് ഒരു ഫെയിലിയറിലേക്ക് വരികയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ബോർഡ് സൂപ്പർസീഡ് ചെയ്ത് അത് ഈവൻച്വലി 2020-21 അത് യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ള മറ്റൊരു സ്ഥാപനത്തിന് കൈമാറുകയും ചെയ്തു. ഈ കേസുകളിലൊക്കെ പൊതുവായിട്ട് നമുക്ക് കാണാവുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റേഴ്സിന് 98-99% ഡെപ്പോസിറ്റേഴ്സിനും അവരുടെ തുക തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ DICGC ഡെപ്പോസിറ്റ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രയോജനം അവിടെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിനൊരു മറുവശം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് 5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസിൽ വരികയില്ല. ഉദാഹരണത്തിന്, ഒരു ബാങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ബാങ്കിൽ ആ ബാങ്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പരാജയപ്പെടുകയാണെങ്കിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പുവരുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ് ഇപ്പോഴും. ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയാവുന്നതും നിങ്ങളുടെ ഡെപ്പോസിറ്റ്, നിങ്ങളൊരു ഹൈ വാല്യൂ ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ പല ബാങ്കുകളിലായി 5 ലക്ഷം രൂപ വരെയുള്ള ലിമിറ്റിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ഇതിന് ഒരു വഴി. ഞാൻ വീണ്ടും പറയുന്നത്, ഇന്ത്യയിൽ ബാങ്കുകൾ വളരെയധികം സ്ട്രോങ്ലി റെഗുലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. അത് അങ്ങനെ തകർച്ചയിലേക്ക് വരാൻ വളരെ ഒരു മൈന്യൂട്ട്, ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് മാത്രമാണ് അതിൻ്റെ ചാൻസ്. അങ്ങനെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒരു കൺസേൺ ആവേണ്ട കാര്യമോ ഇല്ല. മറ്റു പല വികസിത രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇന്ത്യയിൽ ഒരു ബാങ്ക് ക്രൈസിസ് ഇനി വരാൻ സാധ്യത കുറവാണ്. കാരണം അപ് ടു 40-41% ഓഫ് എ ബാങ്ക്സ് ഡെപ്പോസിറ്റ്
40% വരെയുള്ള ഡെപ്പോസിറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ CRR, SLR അങ്ങനെ പല വിഭാഗങ്ങളിലായി മാൻഡേറ്ററി റിസർവ് റേഷ്യോ ആയി RBI ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്കുകൾക്ക് അത് നീക്കി വയ്ക്കേണ്ടത് ഇപ്പോഴത്തെ റൂൾ പ്രകാരം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ വളരെ സ്ട്രോങ്ലി ക്ലോസ്ലി മോണിറ്റേർഡ് ആണ്. അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഒരു ബാങ്കിങ് ക്രൈസിസ് ഇന്ത്യയിൽ വരാൻ വളരെയധികം ചാൻസ് കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസിനെ പറ്റി നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം പല സീനിയർ സിറ്റിസൺസും അതുപോലെ മറ്റ് NRIസും അവരുടെ ലൈഫ് സേവിങ്സ് പലപ്പോഴും മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് പലിശ ലഭിക്കാൻ വേണ്ടിയിട്ട് പല ബാങ്കുകളിൽ ഇടാറുണ്ട്. നമ്മൾ കഴിയാവുന്ന മനസ്സിലാക്കേണ്ട കാര്യം, വലിയ ബാങ്കുകളിലേക്ക് പണം നിക്ഷേപിക്കുകയാണ് ഏറ്റവും സുരക്ഷിതം. കാരണം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സേവിങ്സ് ആയിരിക്കും അതൊരു പക്ഷേ. ഇക്വിറ്റി മാർക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ള റിയൽ എസ്റ്റേറ്റോ മറ്റോ സ്പെക്കുലേറ്റീവ് അസറ്റ്സിലോ പോയി അവിടെ ഒരു ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ ഇത്തരക്കാർ ആഗ്രഹിക്കുന്നില്ല. അവർ സാധാരണഗതിയിൽ മെജോറിറ്റി ഇന്ത്യൻസ് ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നത് ബാങ്ക് FDസിനെയാണ്. ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിൻ്റെ പലിശ ഉപയോഗിച്ച് അവരുടെ ചിലവുകൾക്ക് വേണ്ടി പണം കണ്ടെത്താനാണ് ഒരു ഭൂരിഭാഗം ട്രഡീഷണൽ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സും ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ചെറിയ ബാങ്കുകൾ ഉയർന്ന പലിശ റേറ്റ് നിങ്ങൾക്ക് നൽകുന്നത് അവിടെ പണം നിക്ഷേപിക്കാൻ ഒരു നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്ന, നമുക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്ന കാര്യമാണെങ്കിൽ പോലും ആലോചിക്കേണ്ടത് വലിയ ബാങ്കുകളിലാണ് കൂടുതൽ സേഫർ. ചെറിയ ബാങ്കുകളിൽ പോകേണ്ടെന്നല്ല, ഹൈ റിസ്ക് ആപ്പിറ്റൈറ്റ് ഉള്ള ആളുകൾക്ക് ഉയർന്ന പലിശ നിരക്ക് കിട്ടാൻ വേണ്ടി ചെറിയ ബാങ്കുകളിൽ പോയി നിക്ഷേപിക്കാം. പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ഈ ഒരു ശ്രേണിയിൽ, അതായത് കമേഴ്ഷ്യൽ ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRBs ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കാരണം ഇപ്പോഴും കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ റെഗുലേഷൻ പൂർണ്ണമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലല്ല. അത് വലിയ കോപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ UCBs, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് മാത്രമാണ് RBI റെഗുലേറ്റ് ചെയ്യുന്നത്. സ്മോളർ കോപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ റെഗുലേഷന്റെ കീഴിലാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ചെറിയ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ റെഗുലേഷൻ നടത്തുന്നത്. ബേസിക്കലി കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടറിന്റെ റെഗുലേഷൻ, ദർ ഇസ് എൻ ഇഷ്യൂ ഓഫ് ഡുവൽ റെഗുലേഷൻ. പകുതി RBIയും പകുതി സ്റ്റേറ്റ് ഗവൺമെന്റ്സും റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഒരു അൺസർട്ടനിറ്റി സംഭവിക്കാറുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു അപ്രോച്ച് ആയിരിക്കില്ല ഒരു റിട്ടയറി അല്ലെങ്കിൽ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച്. ഈവൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫെയിലിയറുകളിൽ പോലും ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ PMC ബാങ്ക് ഒരു വലിയ ഉദാഹരണമാണ്. ഇന്ത്യയിൽ ബാങ്ക് ഫെയിലിയേഴ്സിന്റെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമേഴ്ഷ്യൽ ബാങ്ക് ഫെയിലിയേഴ്സ് വളരെ കുറവാണ്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക്സ് ബേസിക്കലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെയധികം സ്ട്രിക്റ്റായി പെനലൈസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 15 കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇന്ത്യയിൽ ഒട്ടാകെ ലൈസൻസ് നഷ്ടമായിട്ടുണ്ട്. അവരുടെ പൂർ ഫൈനാൻഷ്യൽസ്, ഇൻസ്റ്റൻസ് ഓഫ് ഫ്രോഡ്, റിലേറ്റഡ് ലെൻഡിങ്, ഈ റീസൺസ് കാരണം. ഏറ്റവും നല്ല ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ബാങ്കുകളിലായിട്ട് 5 ലക്ഷം വരെ ലിമിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പണം അത് വളരെ സേഫറായിട്ട് ഇരിക്കും. കാരണം ഇൻ കേസ് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകും. മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവർക്കും നമസ്കാരം.